ഇന്നൊരു സിമ്പിൾ പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉപ്പുമാവ് എന്നും ഈ പത്തിരിയും പുട്ടും അങ്ങനെയുള്ളതൊക്കെ തന്നെയല്ല, എന്നൊന്ന് മാറ്റി പിടിച്ചതാണ്. പക്ഷെ ഉപ്പുമാവ് ഇവിടെ 2 പേർക്ക് ഇഷ്ടമല്ല. അവർക്ക് റവറ്റ് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബാക്കിയുള്ളവർക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അങ്ങനെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഇഞ്ചിയും വേപ്പില, പച്ചമുളക്, ഉള്ളി ഇതൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന റവ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുക. നമ്മളിതിങ്ങനെ കടിച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടണം കരുവല്ല, അതാണ് ഇതിൻ്റെ റോസ്റ്റിംഗ് പരുവെന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചിട്ടാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശായിട്ട് വേണം ഒഴിച്ചു കൊടുക്കുക. ഇത് നടുവിൽ ഇങ്ങനെ ഒരു കുഴി പോലെ ആക്കിയിട്ടേ കുറച്ച് വെള്ളം അതിൽ കൊഴിച്ച് വെക്കാം. നിറച്ച് മൂടിയിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഉപ്പുമാവ് ഇവിടെ സെറ്റായിട്ടുണ്ടാവും. പുട്ടുണ്ടാക്കാൻ വന്നപ്പോഴാണ് അവർക്ക് പുട്ട് വേണ്ട, ദോശ മതി റവ കൊണ്ട് വന്നത്. ഞാൻ ദോശ ആക്കി. ഇതിലിങ്ങനെ മേലെ ഇങ്ങനെ റെഡ് കളറിൽ കിടക്കുന്ന ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ. ഞാനിത് അടിക്കുമ്പോൾ മാവ് അരക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഇട്ടതാണ്. ഇന്നലെ ഇവിടെ കട വീട്ടുകാരും എൻ്റെ വീട്ടുകാരും കൂടെ ചേർന്നിട്ട് ഓണപ്പരിപാടി നടത്തി. സദ്യ കഴിച്ചിട്ടും ഓരോ പരിപാടികൾ നടത്തിയിട്ടൊക്കെ ആയിട്ട് കുറേ നേരം വൈകി ഞങ്ങൾക്ക് കിടന്നു വാങ്ങാൻ. അതാണ് ഇന്ന് സിമ്പിൾ കടി വെക്കിയത്.